അതേ അത് അത് ആ പറഞ്ഞ പർട്ടിക്കുലർ കാര്യങ്ങളെല്ലാം മറച്ചിട്ട് ബാക്കി പുറത്തുവിടാൻ കോടതി ഉത്തരവ് വിട്ടിരുന്നല്ലോ. റിപ്പോർട്ടിനെ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല, അത് പുറത്ത് വിടുക. അതെ, അത് ഞാനും പറയുന്നത്. കേരള സർക്കാരും ഇവിടുത്തെ ഓംബുഡ്സ്മാനും ഇവിടുത്തെ ഹൈക്കോടതിയും പറഞ്ഞതല്ലേ ഈ അതിലെ സെൻസർ ചെയ്യേണ്ട ഭാഗങ്ങൾ സെൻസർ ചെയ്തിവിടെ. പിന്നെ അല്ല, അങ്ങനെ പുറത്തുവിടാൻ പറഞ്ഞ എന്തുകൊണ്ടാണ് ഒരു നിർമ്മാതാവ് കൊണ്ട് സ്റ്റേ കൊടുത്തത്? അത് അയാളുടെ അല്ലേ ചോദിക്കണം, എനിക്ക് അറിഞ്ഞുപോലും ഇവിടെ ഇങ്ങനെ ഒരു നിർമ്മാതാവ് ഉണ്ടോ. ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ സിനിമയിലെ പല വമ്പന്മാരെ മുഖം പുറത്തു വരുന്ന ഒരു വാർത്തയുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഒരു ചുക്കും സംഭവിക്കില്ല, ഒരു ചുക്കും സംഭവിക്കില്ല. ഇവിടെ ഇപ്പൊ നടക്കുന്നത് അങ്ങനെയല്ലല്ലോ. ഇവിടെ ഇപ്പൊ നടക്കുന്നത് ചീറ്റിംഗ് അല്ലേ. അതായത് ഒരുത്തന്റെ കൂടെ 2 വർഷം പൊറുതിയായിട്ട് കൂടെ കിടന്നിട്ട് അവൻ അടുത്ത പടം ചെയ്യുമ്പോൾ വർക്ക് കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോ അവന്റെ പേരിൽ ലീഡറെ കേസ് കൊടുക്കുന്നതിന് ഏത് കോടതിയിൽ നിൽക്കും? ഒരു കോടതിയിൽ നിൽക്കില്ല. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ടല്ലേ നിങ്ങൾ അത് നോക്കിക്കൊണ്ട് നടക്കണം. ഞാനതൊന്നും നോക്കണ ആളല്ല. അല്ല, ഇങ്ങനെ ഒരു ഇത് വന്നാൽ, ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഈ മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കൂല എന്നാണ് പറയുന്നത്. സംഭവിക്കില്ല. ഒരു ഗുണവും ഉണ്ടാവില്ല, ദോഷവും ഉണ്ടാവില്ല. ഗുണവും ഉണ്ടാവില്ല, ദോഷവും ഉണ്ടാവില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ റിപ്പോർട്ടിന് വേണ്ടി ഇത്ര വലിയ ചർച്ചയും ഇതൊക്കെ നടന്നത്? നിങ്ങളെ പോലെ വേറെ പണിയില്ലാത്തോണ്ട്. കാരണം ഞാൻ വർക്ക് ചെയ്ത അവസാനത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ശ്രീകുമാരൻ തമ്പിയുടെ അമ്മയ്ക്കൊരു താരാട്ടായിരുന്നേ. അതെ, ആ അമ്മയ്ക്കൊരു ഞാൻ ഡയറക്ടർ ആയ ശേഷം അസിസ്റ്റന്റ് ഡയറക്ടറായ പടമാണ്. ആ പടത്തിലെ നായിക ശാരദാമ്മയാണ്. ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ശാരദാമ്മ നിങ്ങൾ 10-60 വർഷം സിനിമയിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലുള്ള മൂത്രം ഒഴിക്കാൻ സ്ഥലമില്ല, ഡ്രസ്സ് മാറാൻ സ്ഥലമില്ല എന്ന് പരാതി പറയേണ്ടി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്കും അതിശയമാണ്. പക്ഷെ ഒരു കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ അവരും അതിൽ ഒപ്പിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ചു, ശാരദാമ്മ എവിടെയെങ്കിലും 10-40 വർഷത്തിനിടയിൽ എവിടെയെങ്കിലും അവരെ മോശമായി സെറ്റിൽ പെരുമാറി, അല്ലെങ്കിൽ മോശമായി ഡ്രസ്സ് മാറുന്നിടത്ത് ഒളിഞ്ഞു നോക്കി, ഇല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ പിന്നെ ഇതൊക്കെ വെറുതെ സർക്കാരിന്റെ നമ്മൾ നികുതി കൊടുക്കുന്ന ഏതാണ്ട് 2 കോടി രൂപയോളം 1,80,00,000 രൂപ വെറുതെ കളഞ്ഞു എന്ന് ഞാൻ പറയും. ഒന്നും സംഭവിക്കില്ല. ഈ പരാതി പറയുന്ന തലയിൽ കണ്ട വച്ചവളുമാരൊക്കെ പറയുന്നതൊക്കെ പച്ചക്കള്ളമാണെന്ന് പൊതുജനത്തിന് അറിയാമേ. കമ്മിറ്റിയിൽ പറഞ്ഞ ഇതുണ്ടല്ലോ, നടിമാര് പറഞ്ഞു, അപ്പൊ അതെല്ലാം പച്ചക്കള്ളമാണോ താങ്കൾ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ നിങ്ങളുടെ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി അതിൽ പോയി പരാതി കൊടുത്തവരുടെ പേരെടുത്ത് നോക്കിയത് നിങ്ങൾ ആരൊക്കെയെന്ന്. ആണും പെണ്ണുമായിട്ടുള്ള പരാതി കൊടുത്ത ഒരെണ്ണം നേരെ പോ എന്നുള്ളതാണെന്ന് ആലോചിച്ച് നോക്കി. എന്നാൽ ഈ കമ്മിറ്റി ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയിൽ വന്ന് പരാതി പറഞ്ഞ ആരെയൊക്കെ പേര് പറഞ്ഞു? ദിനേശിന്റെ പേര് പറഞ്ഞു. ദിനേശിനെ വിളിച്ച് ചോദിക്കണ്ടേ? ഇത് ഏകപക്ഷീയമായല്ലേ വിധി എഴുതി വെച്ചേക്കണേ? വിധിയല്ല റിപ്പോർട്ട് കൊടുത്തിരിക്കണേ. നിങ്ങൾക്ക് സിനിമയിൽ എനിക്കിട്ട് ഒരു പണി പണിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ ഒരു മൊഴി കൊടുത്താൽ എന്നോട് ചോദിക്കണ്ടേ? നിങ്ങളെ പറ്റി ഇങ്ങനെ ഒരാൾ പറയുന്നത് എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിക്കണ്ടേ? ഈ കമ്മിറ്റിയിൽ അത് ചെയ്തിട്ടുണ്ട്. അതിന് അപ്പൊ തന്നെ അത് ചാവിള്ള എന്ന് മനസ്സിലായില്ലേ? ഇപ്പോ എക്സാമ്പിൾ, നമ്മളൊരു നടന്റെ പേര് നമ്മളെ മമ്മൂട്ടി എന്ന് പറയാം, പോട്ടെ, അപ്പൊ പ്രശ്നമില്ല. മമ്മൂട്ടിയെ പറ്റി ഒരാൾ അതിൽ മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിയോട് ചോദിക്കണ്ടേ? നിങ്ങളെ പിന്നെ ഒരു പരാതി വന്നിട്ടുണ്ടല്ലോ, എന്താ താങ്കൾക്ക് അതിനെപ്പറ്റി പറയാനുള്ളതെന്ന് ചോദിക്കണ്ടേ? അല്ലാതെയാണോ റിപ്പോർട്ട് ഉണ്ടാക്കണേ? ആ റിപ്പോർട്ടിന് എന്ത് വാലിഡിറ്റി ഉണ്ട്? എന്നിട്ട് പറയണെന്താ അറിയോ? ഞങ്ങളെല്ലാം വന്ന് നുണ പറഞ്ഞില്ലേ, അതെല്ലാം ഒന്ന് പുറത്തു വിടുമെന്നാണ് പറയണത്. കാരണം ഈ പോയവരെല്ലാം സത്യവന്മാരും സത്യവതികളുമാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് വേഗം പുറത്തു വിടൂ. അവന്റെ പേര് വിടൂ, യവന്റെ പേര് വിടൂ എന്ന് പറയണെന്ന് വെച്ചാൽ അവന്റെയും പേരാണ് പറഞ്ഞേക്കണേ. യവനെ എങ്ങനെ ഒതുക്കാൻ കിട്ടുന്ന ഒരു അവസരം കാത്തിരുന്നപ്പോഴാണ് ഹേമ കമ്മിറ്റി വന്നത്. നേരെ ചെന്ന് ഒരുത്തം കണ്ടില്ലേ, ഹൈദരാബാദിൽ നിന്ന് ഞാൻ വിമാനത്തിൽ പറന്നു വന്നാണ് തിരുവനന്തപുരത്ത് നിന്നും മൊഴി കൊടുത്തത്. ജീവിതത്തിൽ സത്യസന്ധത ഇല്ലാത്ത ഒരുത്തനാണ് ഈ പറയണത്, മനസ്സിലായ? ഞാൻ 3 പ്രാവശ്യം എന്നെ ഹേമ വിളിച്ചിരുന്നു. ഹേമ എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് തോന്നും, അയാൾ വർത്താനം പറഞ്ഞിട്ടത്തോന്നും. ഹേമ എന്നെ ഒരു 3 പ്രാവശ്യം വിളിച്ചിരുന്നു. 3ാമത്തെ പ്രാവശ്യം ഞാൻ ഹൈദരാബാദിലായിരുന്നു, സമയമില്ലായിരുന്നു, പക്ഷെ ഞാൻ പറന്നു വന്നു. മലയാള സിനിമയിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, ഈ പറന്നു വന്നവന്റെ യോഗ്യത അന്വേഷിച്ച് നോക്കൂ. മലയാളത്തിൽ വളരെ കേരളത്തിൽ ഞാൻ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ വരെ വഴിതെറ്റിച്ചവനാണ് ഈ മോയ്. സിനിമ സിറ്റി കൊണ്ടുവന്നു. ഇവനൊക്കെയാണ് കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുത്തേക്കുന്നത്. ഈ റിപ്പോർട്ടിന് എന്ത് വാലിഡിറ്റി ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കുറെ നുണവെക്കാനും കൊണ്ടുപോയി കൊടുത്താൽ ഇവിടെ വാലിഡിറ്റി വരും. ശ്രീ ശാന്തപ്രദിനേശന്റെ ഒരു ചോദ്യം ഇതാണ്, അതായത് ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നാണ് താങ്കൾ പറയുന്നത്? ഒരു ചുക്ക് സംഭവിക്കില്ല. നല്ലതും ഉണ്ടാവില്ല, ദോഷവും ഉണ്ടാവില്ല. ഒരു നടന്മാരെയും മുഖം അരിഞ്ഞു വീഴില്ല. പേരുണ്ടെന്ന് നിങ്ങളുടെ ആരാ പറഞ്ഞു? നിങ്ങൾ കമ്മീഷൻ വായിച്ചോ? റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നിങ്ങൾ വായിക്കാതെ നിങ്ങൾ എങ്ങനെ പറയണം നടന്റെ പേരുണ്ടെന്ന്? നിങ്ങൾ ആദ്യം വായിച്ചിട്ട് പറ. നിങ്ങൾ വായിക്കാതെ നിങ്ങൾ ഇങ്ങനെ മനസ്സിൽ ചില ആളുകളെ പേരുകൾ മനസ്സിൽ വെച്ചിട്ടുണ്ട്. ആ പേരുകളൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ മതി. ഗസ് ചെയ്യരുത് കേട്ടോ കമ്മിറ്റിയിലൊന്നും.
നിങ്ങൾ ആ കമ്മിറ്റിയിൽ ആരുടെയെങ്കിലും പേരുണ്ടെങ്കിൽ പറ, നിങ്ങൾക്ക് എങ്ങനെ അറിയാവുന്ന പറ ആദ്യം. അല്ലെങ്കിൽ ഈ പറഞ്ഞു കൊടുത്തവൻ നിങ്ങളുടെ പറഞ്ഞു പറ, ഇന്ന ആൾ പറഞ്ഞു, ബോംബെയിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് പറന്നു വന്നവൻ എന്റെ പറഞ്ഞു, ഞാൻ മറ്റവനിട്ട് ഒരു ആപ്പ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അത് പറ. റിപ്പോർട്ടിൽ ആരെങ്കിലും പേര് പോലെ കാണുമല്ലോ, ആ പേരാണ് ചോദിച്ചത്. നിങ്ങൾ ഈ സാങ്കല്പിക ലോകത്തിരിക്കണം എന്തിനെ? അതിന് പകരം അതിൽ സംവിധായകന്റെയോ തിരക്കഥാകൃത്തിന്റെയോ നിർമ്മാതാവിന്റെയോ ആയിക്കൂടെ. നിങ്ങൾ എന്തിനാ ഈ നടന്മാരെ മാത്രം പഠിക്കണേ? നടന്മാരെല്ലാം ഇവിടെ കേരളത്തിലെ നടന്മാരെല്ലാം വ്യഭിചരിക്കാൻ നടക്കുന്നവരാണ്. നിങ്ങളെന്താ അങ്ങനെ പറയണേ? ഇവിടെ അല്ലാതെ മാന്യമായി ജീവിക്കുന്ന എത്രയോ നടന്മാരുണ്ട്, എനിക്കറിയാമല്ലോ വ്യക്തിപരമായി. വേട്ട ചേട്ടാന്ന് പറഞ്ഞാൽ പോലും വേട്ട എന്റെ പിന്നെ അനിയത്തി, ഞാൻ അത്തരക്കാരനല്ല എന്ന് പറയുന്ന യോഗ്യതയുള്ള എത്രയോ നടന്മാർ ഈ നാട്ടിലുണ്ട്. നിങ്ങൾ ഈ നടന്മാരെ മാത്രം ഇങ്ങനെ പറഞ്ഞതിനാ? നടിമാരെല്ലാം നല്ലവരാണ്. ഒരിക്കലും പറയുന്നില്ലല്ലോ. നിങ്ങൾ ദുബായിൽ, ഞാൻ ഒരു നമ്പർ തരാം, ദുബായിൽ ഈ ഏജൻസി നടത്തുന്ന ഒരു നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം. അവിടെ പോയി ശരീരത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ട് എത്ര രൂപ വെച്ചാണ് ബിസിനസ് നടത്തുന്നത് നിങ്ങൾ അന്വേഷിച്ചു നോക്കും. ഫോട്ടോ അടക്കം വേണമെങ്കിൽ അയച്ചു തരാം അയാൾ. നിങ്ങളെ വിശ്വാസം ഉണ്ടെങ്കിൽ അയച്ചു തരും, എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ ഈ നടന്മാരെ മാത്രം പറയണേ? സംവിധായകന്മാർ നല്ലവരാണ് എല്ലാവരും. ഇവിടുത്തെ തിരക്കഥാകൃത്തുക്കളെല്ലാം നല്ലവരാണ്, ക്യാമറമാരെല്ലാം നല്ലവരാണ്, സിനിമാക്കാർ മൊത്തത്തിൽ നല്ലവരാണ്, നടന്മാരൊഴിച്ച്. എന്താ നടന്മാരെല്ലാം കാമഭ്രാന്ത് പിടിച്ച് നടക്കണവരാണ്? അങ്ങനെയൊന്നും സംസാരിക്കരുത്, അത് ശരിയല്ല. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നലുകൾ മറ്റുള്ളവരുടെ വായിൽ അടിച്ചേൽപ്പിക്കരുത്, അത് ശരിയല്ല. ഓക്കെ, നന്ദി ശ്രീ സന്ദീപ് ദിനേശ്.